ഓടക്കുഴവിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ ആടിയ ദിവ്യാനം ദാകിലമാം രാസ ക്രീഡാകഥയിലെ നായികേ ഓട കുഴൽവിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. നമസ്കാരം. ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പയ്യന്നൂരിൽ ഒരു കാലത്ത് ഇദ്ദേഹം ഇല്ലാത്ത ഗാനമേള വേദികളില്ലായിരുന്നു. ഇന്ന് ബിസിനസ്സും തിരക്കുകളും ഒക്കെ ആയിട്ട് പാട്ടിനോട് ചെറിയൊരു അകലം പാലിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഗിസിൽ ഗായകനാണ്. അശോക് ഷേണായിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പയ്യന്നൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് സുബ്രഹ്മണ്യ ഷേണായിയുടെ മകനാണ് അശോക് ഷേണായി. നമുക്ക് കൂടുതൽ കണ്ടുവരാം. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ പറഞ്ഞു ഒരു അസാധ്യ ഗായകനാണെന്ന്. ഗായകനാണ് എന്നതിനപ്പുറത്തേക്ക് വിസിലടിച്ചുകൊണ്ട് പാട്ട് പാടാൻ പറ്റും. അതങ്ങനെ എല്ലാവരും ചെയ്ത് കണ്ടിട്ടില്ല. അതെ. ആ അപ്പൊ അതിലേക്ക് എങ്ങനെയാ എത്തിയത്? അതിലേക്ക് എത്തിയത് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ചെറുപ്പത്തിൽ നമ്മളൊരു 24 കിലോമീറ്റർ ദൂരം പെരിങ്ങോം കുപ്പോൾ സ്ഥലത്താണ് നമ്മൾ ജീവിച്ചിരുന്നത്. ആഹാ. അപ്പോൾ അവിടെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമുക്കന്ന് 10 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം. ആഹാ. അപ്പോൾ ഇവരെ വിസിലടിച്ചിട്ടാണ് നമ്മൾ വിളിക്കുക. ഓ. അല്ലെങ്കിൽ ഈ റോഡിൽ നടന്നു പോകുമ്പോൾ അന്ന് ഈ എലാസ്റ്റിക് ഇട്ടിട്ട് ഈ ബുക്ക് എടുത്തിട്ട് പോകുന്നതാണല്ല. റോഡിൽ കൂടി പോകുമ്പോൾ മുമ്പിൽ ഇവർ പോകുമ്പോൾ നമ്മൾ അവനെ വിസിലടിച്ചിട്ട് ഓരോ പേര് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെ അവരെ വിളിക്കും. അങ്ങനെ അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഞാൻ അധികം ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു കഴിവ് എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാനത് പാട്ടിൽ വിനിയോഗിച്ചു. അതെ, അതെ. നമ്മള് ഒരുപാട് പാട്ടുകാരെ ഞാൻ ഇതുപോലെ അടുത്ത് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വിസിലിലൂടെ ഇങ്ങനെ പാട്ട് പാടി ഒരു പാട്ട് മുഴുവൻ ത്രൂ ഔട്ട് ഒക്കെ പാടാൻ പറ്റുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അശോകേട്ടനെ കുറിച്ച് പറയുമ്പോൾ പയ്യന്നൂരുകാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ എന്താ പറയണ്ടേ, പയ്യന്നൂർ മണ്ഡലം ഉണ്ടായപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് അല്ലെ, സുബ്രഹ്മണ്യ ഷേണായിയുടെ മകനാണ്. പയ്യന്നൂർ മണ്ഡലം രണ്ടാമത്തെ MLA ആയിരുന്നു അല്ലേ അദ്ദേഹം? അപ്പൊ കുട്ടിക്കാലമൊക്കെ സുബ്രഹ്മണ്യ ഷേണായെ പോലെ ഒരു മുഴുനീള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളുടെ മകനായിട്ട് ജീവിക്കുമ്പോൾ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു നേതാവിന്റെ ഒരു ഗാംഭീര്യം അറിയുന്നതിന് അപ്പുറത്തേക്ക് അച്ഛൻ എങ്ങനെയായിരുന്നു വീട്ടില്? എപ്പോഴും തിരക്കായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു കാര്യം ഓർമ്മിക്കുമ്പോൾ? അച്ഛൻ എപ്പോഴും തിരക്കാണെങ്കിൽ കൂടി നമ്മളെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു. അമ്മയാണ് കൂടുതൽ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നത്. അച്ഛൻ രാവിലെ പോവും. പിന്നെ രാത്രി ചിലപ്പോൾ പാർട്ടിക്കാർ 2 മണിക്ക് കൊണ്ടാക്കും, 1 മണിക്ക് ജീപ്പിൽ കൊണ്ടാക്കും. എല്ലാ പാർട്ടിക്കാരും അച്ഛനെ കൊണ്ടാക്കിയിട്ടാണ് പിന്നെ അവരവർ വീട്ടിൽ പോകാൻ പോകുന്നത്. അപ്പോൾ അച്ഛൻ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു വലിയ പിച്ചളയുടെ ടോർച്ചുണ്ട്, അതെടുത്ത് ബസ് കാത്ത് നിൽക്കും. അവിടുന്ന് 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് അച്ഛൻ അവിടെ ഇറങ്ങുക. വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടെ അച്ഛൻ ഇറങ്ങുമ്പോൾ നമ്മൾ രാത്രി അവിടെ പോയി നിൽക്കും. SSC പരീക്ഷയുടെ തലേന്ന് വരെ നമ്മൾ അവിടെ പോയി നിൽക്കും. അപ്പോൾ ഒരു ബസ് വരും, KMS, അല്ലെങ്കിൽ മീശ അമ്പോട്ടിന ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ പറയും, മോനെ അച്ഛൻ കാങ്ങൂല് പ്രസംഗിക്കുന്നുണ്ട്, അടുത്ത ബസ്സിൽ വരുന്നു. അപ്പോൾ ഒരു കുന്നത്ത് രാമേട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. അപ്പോൾ അയാൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അവിടെ ബാക്കിയുണ്ട് ഒരു പഴംപൊരിയെല്ലാം വേണേൽ എനിക്ക് തരും, തിന്നു പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു അബ്ദുക്കയുടെ കടയുണ്ട്. അബ്ദുക്കയുടെ കടയിലെത്തുമ്പോൾ ബസ് വരും. അപ്പോൾ അച്ഛൻ എന്നോട് എപ്പം പറയാറുണ്ട്, ഞാനും ഏട്ടനുമൊക്കെ അച്ഛനെ കൂട്ടാൻ പോകാറുണ്ട്. അപ്പോൾ അച്ഛനെപ്പോൾ പറഞ്ഞിട്ട് ടോർച്ച് ഡ്രൈവറെയോ ആരെയോ മുഖത്തടിക്കാൻ പാടില്ല, ഡോറിനെ അടിക്കാൻ പാടില്ല. അപ്പോൾ അടുത്ത സ്റ്റേറ്റ് ബസ് വരുമ്പോൾ അവർ പറയും, അങ്ങനെ അച്ഛൻ
കുണ്ടയംകൂല് പ്രസംഗിക്കുന്നുണ്ട്, ഉം. അടുത്ത ബസ്സിൽ വരുന്നു. ആ. അതും പോകും. ഉം. അതും പോയി പിന്നെ ഒരു സർവേയർ ഉണ്ട്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ അയാൾ ഈ സർവേ അന്ന് ഈ ചിമ്മിണിക്കൂട് വെച്ചിട്ട് ഉം. സർവേയിൽ ഇത് ചെയ്യുന്ന ഉം. ഗ്രാഫ് വരക്കുന്നതാണ്. അത് കഴിയുമ്പോൾ സൗപർണിക ബസ് കോഴിക്കോട് വരും. ഉം. ഉം. അന്നേരം വരെ അച്ഛൻ മാത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ബസ്സാണ്. അപ്പോൾ നമ്മൾ ആ പൊന്നമ്പാറ കയറ്റമുണ്ട് ഭയങ്കരം. ഉം. അപ്പോൾ ഹൈ ഗിയറിട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉം. ലാസ്റ്റ് KSRTC വരുമ്പോൾ പറയും, മോനെ അച്ഛൻ അരവഞ്ചാൽ പ്രസംഗിക്കുന്നുണ്ട്, പാർട്ടിക്കാർക്ക് കൊണ്ടാക്കും ഉം. എന്ന് പറയും. ഉം. നീ പോയിക്കോ എന്ന് പറഞ്ഞു പറയും. അപ്പോൾ ഞാൻ അവിടെ കുറേ കാത്തു, കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അവർ അടുത്തൊരു കാവുണ്ട്, ഉം. മദംകുട്ടി ആനയെന്നൊരു കാവുണ്ട്. അപ്പോൾ ആഹാ. അത് അവിടെ എത്തുകൊണ്ട് ഞാൻ ഈ പെരിങ്ങോത്തുനിന്ന് വരുന്ന ഒരാളെ കാത്തു. ഉം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ പോകും, ഉം. അത്യാവശ്യം പോകും. അവരപ്പുറം ഞാൻ പോകും. അപ്പോൾ ഒന്ന് റബ്ബർ ചെരുപ്പാണ്. ഉം. ആ റബ്ബർ ചെരുപ്പ് അപ്പം വളപ്പിൽ ഈ പ്ലാവിൻ്റെ ഉണങ്ങിയ ഇലയെല്ലാം ഉണ്ട്. ഉം. അപ്പം ചെരുപ്പ് ഇട്ട് ഒരൊറ്റ ഓട്ടാണ് ഓട്ടാണ്. അപ്പോൾ ഈ പ്ലാവിൻ്റെ ഇല ബാക്കിൽ നിന്ന് പാറിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബാക്കിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. ആഹാ. അപ്പം ആ, നമുക്കറിയാം പേടിയാണ്. ഒരു പോസ്റ്റ് ഉണ്ട്, ഉം. അവിടെ മരമുണ്ട്, ഉം. ഇവിടെ പ്ലാവുണ്ട്. ഉം. അപ്പോൾ അതിൻ്റെ ഇടയിലേക്കൂടെ ഓടുക. ഉം. വീട്ടിലെത്തി വരാന്തയിലെത്തിയ പാട് ഒരു വലിയ മുരുട, അത് ഉം. മുരുട എന്നാ പറയുക. ഉം. ആ വെള്ളം കുടിച്ച് ഉം. പിന്നെ 1:30 എല്ലാം പോലെ 12 മണിയാകുമ്പോൾ പാർട്ടിക്കാർ ജീപ്പിൽ ഉം. 5-10 ആൾ കൂടി കൊണ്ടാക്കും. ഉം. അപ്പം അമ്മ അവർക്കെല്ലാം വലിയ പ്ലാവിൻ്റെ മേശയാണ്, ഉം. മാവിൻ്റെ ബെഞ്ചും, ഉം. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കും. ഓ, ഈ 1 മണിക്ക്. എപ്പോഴും ഉം. 1 മണിക്കായാലും ഏത് സമയത്തായാലും ഭക്ഷണം, ഏത് പാർട്ടിക്കാർ വന്നാലും അമ്മ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്താലും കഴിച്ച് അച്ഛനെ ആക്കിയിട്ട് അവർ പോകും. വാഹനങ്ങൾ വളരെ കുറവാണ്. അപ്പൊ എവിടുന്ന് ഈ പറയുന്ന പോലെ ഒച്ചയും നമുക്ക് കേൾക്കാം അല്ലെ? ഒരു ഒറ്റ ജീപ്പും ബസ്. കുറവാണ്, ഉം. ജീപ്പും കുറവാണ്. അപ്പം വളരെ ദൂരത്തുനിന്നേ എന്തുണ്ടെങ്കിലും വാഹനത്തിന്റെ ശബ്ദം കേൾക്കാം. അതെന്നുണ്ടെങ്കിലും ഇപ്പം പാർട്ടിക്കാർ പരിപാടിയെല്ലാം ഡിഗോയിനേട്ടനും അവരവരെല്ലാം പയ്യരട്ട് രാമേട്ടൻ, CP നാരായണൻ, അങ്ങനെ വലിയ വലിയ നേതാക്കന്മാരെല്ലാം അച്ഛനെ കൊണ്ടാക്കി. ഉം. അതിനുശേഷമാണ് ഡിഗോയിനേട്ടനെല്ലാം അവരെ വീട്ടിൽ പോയത് തന്നെ. ആഹാ. എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി വന്ന നേതാക്കന്മാരുടെയൊക്കെ ജീവിതം കുറച്ച് അരിഷ്ടിച്ചൊക്കെ ആയിരിക്കും മുന്നോട്ട് പോയിട്ടുണ്ടാവുക. ഈ പാട്ട് പഠിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോ അതെങ്ങനെയായിരുന്നു? പാട്ട് പഠിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ നിന്ന് പാടുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ എൻ്റെ ഏട്ടന്മാർ ചേച്ചിമാരെല്ലാം പാടും. അപ്പോൾ എൻ്റെ ഒരു ഏട്ടൻ ഗുരുവായൂരമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ, ഗോപകുമാരനെ കാണും. ഈ പാട്ട് പാടും. അവന് ഫസ്റ്റ്. സെക്കൻഡ് പിന്നെ എൻ്റെ ചേച്ചി ഇത് പാടിയത്, ബിന്ദു നീയാനന്ദ ബിന്ദു എന്നാത്മാവിൻ വിടരും വർണ്ണ പുഷ്പമോ ആതിര കുളിരൊളി തെന്നലോ. ഈ സെക്കൻഡ്. അടുത്ത ചേച്ചി ഉണരുണരൂ, ഈ പാട്ട് പാടും. നമുക്ക് തേർഡ്. എനക്കൊന്നുമില്ല സമ്മാനം. അതിനൊക്കെ കിട്ടുന്നത് ഒരു പ്രോത്സാഹന സമ്മാനം. അത് ഇവരെല്ലാം പാടി ഞാനും മോശമല്ല എന്നുള്ള രീതിയിലുണ്ട്. കാരണം ടോപ്പിലെത്തുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു വോയിസ് ചേഞ്ച് വരുമ്പോൾ എനിക്കിത്. അങ്ങനെ ഞാൻ ഭയങ്കര വിഷമമായി അമ്മയോട് പറഞ്ഞ്, അമ്മ എൻ്റെ ത്രോട്ടും വോക്കൽ കോഡെല്ലാം നോക്കി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വോക്കൽ കോഡിന് തകരാറില്ല, നമ്മുടെ നെടുമുടി എന്ന് പറഞ്ഞ പോലെ ക്ലാവ് പിടിച്ച ഓട്ടുപാത്രമാണ്. അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അതാണ് സംഗീതം നെടുമുടി വീണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ ഇളയമ്മ മ്യൂസിക് ടീച്ചറാണ് കേന്ദ്ര സ്കൂളിൽ, രണ്ടാൾ. അവരത്രയും ഭദ്രമായി സൂക്ഷിച്ച് വെച്ച ഒരു ഫീമെയിൽ ഹാർമോണിയെ പറ്റി എനിക്ക് തന്നു പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ വീട്ടിൽ വലിയ ഈ കോറ തൊഴിലാളികളെ സമരം നടത്തുന്ന 150 ആളുകൾ ഇരിക്കുന്ന ഒരു വലിയ ഒരു ഇതുണ്ട്. AKG VMSും AV കുഞ്ഞുമ്പോട്ടനും പയങ്കപ്പടനേട്ടൻ പിന്നെ ഡയറ ഇവരെല്ലാം വരുന്ന ഡയറപ്പെട്ടും പിന്നെ വലിയൊരു വരാന്തയുണ്ട്. അവരുടെ സീറ്റും ചെയ്ത് ഒച്ചത്തിൽ പാടും. അപ്പോൾ റോഡിൽ പോകുന്നവർക്ക് കേൾക്കാം, ഒച്ചത്തിൽ പാടും. അങ്ങനെയാണ് സൗണ്ട് കുറച്ച് തെളിഞ്ഞത്. എന്നാലും ഞാൻ വലിയ ഗായകനൊന്നും പറഞ്ഞില്ല, എന്നാലും കുറച്ച് ചെറിയൊരു ഗായകനാണ്. അതെ, ഈ എന്താ പറയുക, പാട്ടിനെ കുറിച്ച് ചോദിക്കാൻ വന്നിട്ട് ഒരു കാലഘട്ടത്തിന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സുഖമാണ് ഇപ്പൊ അശോകേട്ടൻ സംസാരിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ വിസ്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ എനിക്ക് ആദ്യം ഒരു വിസിൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാട്ട്.
അസാധ്യമായി അസാധ്യം. അപ്പം ഈ ബിസിനസ്സും സംഗീതവും പാരലൽ ലൈനാണ്, ഒരിക്കലും കൂട്ടിമുട്ടില്ല. പക്ഷെ എനക്കില്ല, പിന്നെ എനക്കതിനോടുള്ള അഭിനിവേശം കൊണ്ട് ഞാൻ ഗാനമേള ഇപ്പം നടത്താറുണ്ട്. മെലഡീസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ കംപ്ലീറ്റ് നടത്താറുണ്ട്. കച്ചേരി നിരവധി നടത്തിയിരുന്നു. ഞാൻ 1984 AK കൃഷ്ണമാഷ് ഓഡിറ്റോറിയത്തിൽ കച്ചേരി കച്ചേരി നടത്തിയിരുന്നു. ഞാനത് കച്ചേരി ഒരു ചെറിയൊരു കച്ചേരി, അന്ന് പഠിക്കുമ്പോഴുള്ള ഒരു കച്ചേരിയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഘടവും വയലിനും. അന്ന് വയലിൻ വായിച്ചത് ഈ വേണുമാഷായിരുന്നു. ശ്രീരാമേന്ദ്രൻ്റെ ഏട്ടൻ, അതിലെ വേണുമാഷ് വയൽ, മൃദംഗൻ രാജൻ ഘടം. അങ്ങനെ ഞാൻ അവിടെ കച്ചേരി നടത്തിയിരുന്നു. നമ്മൾ ഓടിട്ട വീടാണ്, ഓടും മച്ചുള്ളൊരു വീടാണ്. അപ്പോൾ പണ്ട് വലിയൊരു വാൾവ് റേഡിയോ നമുക്കുണ്ടായിരുന്നു. ഈ വാൾവ് റേഡിയോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു നെറ്റ് ഇങ്ങനെ പോയി ഉമ്മറത്തെ പോയി കഴുക്കോലിന് കെട്ടി വരാന്തയിൽ വരെ എത്തും. അപ്പോൾ അച്ഛൻ 7:25 വാർത്ത രാവിലെ. അപ്പം നമ്മളിത് കേൾക്കുന്നതെല്ലാം 10-27 കോൽ ആഴത്തിലാണ് കിണർ. അതിന് വെള്ളം വലിച്ചിട്ട് വേണം നമ്മൾ കുളിക്കാൻ, കുളിമുറിയിൽ കുളിക്കാൻ. അപ്പോൾ അച്ഛൻ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് 7 മണിക്ക് എത്തുമ്പോൾ പിന്നെ ഇത് ഓണാക്കി വെക്കണം. ഓണാക്കി വെക്കുമ്പോൾ ഇതിൻ്റെ 4-5 വാൾവുണ്ട്. ഈ വാൾവ് ചൂടായാൽ മാത്രമേ ഇത് അതുവരെ ഒച്ചയുള്ളൂ. വാൾവ് ചൂടായി കഴിഞ്ഞാൽ വാർത്ത. ഈ വാർത്തക്കാണ് അച്ഛൻ ഓണാക്കി വെക്കുന്നത്. അച്ഛൻ ഓൺ ഓഫേ അറിയും. അപ്പോൾ ആദ്യം അച്ഛൻ ഓണാക്കി വെക്കും. അന്നേരം അതിൻ്റെ മ്യൂസിക് വരും ആദ്യം. അതേപോലെ വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ വെള്ളപ്പൊക്കം, നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു, മറ്റങ്ങനത്തെ അത് കഴിഞ്ഞപാട് പിന്നെ ചലച്ചിത്ര ഗാനങ്ങൾ റെക്കോർഡുകൾ വരും. അപ്പോൾ അത് കേട്ടപാടെ ഇത് വാർത്ത കഴിഞ്ഞപാടെ അച്ഛൻ ഓഫാക്കും, പിന്നെ ഒന്നും നോക്കൂല. കാരണം കുളിച്ചു പയ്യന്നൂരൊക്കെ വേണ്ടല്ലേ. അപ്പോൾ നമ്മളത് ഓണാക്കും, അച്ഛൻ്റെ കൈ പിടിക്കും ഓഫാക്കാൻ നിൽക്കുക. കാരണം പിന്നെ ആദ്യം 10 മിനിറ്റ് നിൽക്കണം. അങ്ങനെ അതിൽ നിന്ന് കേട്ട പാട്ടുകളും MJ രാധാകൃഷ്ണൻ സാറിൻ്റെയും പിന്നെ പിന്നെ ഈ നമ്മുടെ പല ആൾക്കാരുടെയും ലളിതഗാനങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ രാവിലെ ഇങ്ങനെ പല്ല് തേക്കലും കുളിക്കലും എല്ലാം. അവിടെ 2 കിലോമീറ്റർ സ്കൂൾ. അപ്പോൾ ഇവർ പഠിപ്പിക്കുന്നത് ഘനശ്യാമ സന്ധ്യ ഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യ ഹൃദയം. ഈ പാട്ട് ഇതിങ്ങനെ ഈ ലളിതഗാനം പഠിപ്പിക്കുമ്പോൾ പൂമുണ്ടും തോളത്തിട്ട് പൂക്കറ്റ കെട്ടും കെട്ടി പുഴക്കുഴൽ കാണാൻ വന്നു മാരൻ പുതുമാരൻ. ഇത് പണ്ടേ ഉള്ള ഓർമ്മയിൽ പാടുന്നതൊക്കെ. ഓടക്കുഴവിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ ആടിയ ദിവ്യാനു രാഗിലമാം രാസ ക്രീഡാ കഥയിലെ നായികേ. ഓട് കുഴൽവിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. ഈ പാടലമാണ് നമ്മൾ കേൾക്കും. ഇങ്ങനെ ദിവസം ഇങ്ങനെ 4 വരി ആയിട്ടാണ് പഠിപ്പിക്കല്. കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് കേട്ടിട്ടാണ് നമ്മൾ ഈ പാട്ടുകളൊക്കെ പഠിച്ച്. അന്നത്തെ പാട്ടുകളാണ് നമുക്ക് ഇന്ന് മനസ്സിൽ എറ്റേണലായിട്ട് നിൽക്കുന്നൊരു പാട്ട്. ഞാനിപ്പം പിന്നെ ഗാനമേളയ്ക്ക് പോകുമ്പോൾ സ്റ്റേജിൽ കയറുമ്പം തന്നെ പിന്നെ വച്ചത്തിൽ ആൾക്കാർ പറയും, പക്ഷേ 1 കിലോ ലഡു 1 കിലോ ജിലേബി എന്നിട്ട് പറയുകയും ചെയ്യും. അപ്പോൾ അവർക്കറിയാം ഞാൻ പഴയ പാട്ടേ പാടുന്നു. അപ്പം ഞാൻ പഴയ പാട്ടുകളാണ് അവർക്ക് പാടിക്കൊടുക്കുന്നത്. ഈ പറയുന്നത് പോലെ അന്ന് അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഈ റേഡിയോയിലൊക്കെ ഇതുപോലെ ലളിതഗാനമൊക്കെ പഠിപ്പിക്കുന്ന കേട്ടൊക്കെ ആയിരുന്നു പഠിച്ചത്. ഇന്നിപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് അവസരമുണ്ട്. അന്ന് ലെഷർ ടൈമും ബാക്കിയുള്ള സമയം നമ്മൾ രാത്രി രഞ്ജിനി കഴിഞ്ഞിട്ട് ഓർമ്മ. പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച സ്കൂളിൽ ലീവ് ഉണ്ടാകുമ്പോൾ 3 മണിക്കത്തെ ശ്രീലങ്ക പ്രക്ഷേപണ നിലയം കേൾക്കും. അപ്പോൾ ശ്രീലങ്ക പ്രക്ഷേപണ നിലയത്തിൽ ഈ തന്നെ പാടും, ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പിക. അന്നേരം ശ്രീലങ്ക പ്രക്ഷേപണ നിലയിൽ കയറും. കാരണം ഈ ഹെഡ്സ് ഇതാകുമ്പോൾ അതിൽ കയറും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ ആ സംഭവം നമുക്കത് കിട്ടില്ല. അങ്ങനെ നമ്മൾക്ക് അന്നേരം റേഡിയോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കടയുടെ തൊട്ട് മുമ്പിൽ ഒരു ഷോപ്പുണ്ട്. നമ്മൾ കാലം വാങ്ങുന്നൊരു മാധവേട്ടൻ്റെ കട. അവിടെ അയാളുടെ മകൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ടേപ്പ് റിക്കാർഡ് കൊണ്ടുവന്നു. ആ ടേപ്പ് റിക്കാർഡ് കൊണ്ടുവന്നിട്ട് അത് അവിടെ അപ്പം ഈ പാട്ടുകളെല്ലാം വെക്കും. അപ്പം ഞാൻ ശ്യാമേലപ്പാട്ട്, എനിക്കൊരു ഗാനമേളക്ക് അന്ന് ഞാൻ ഗാനമേളക്ക് പാടാൻ വേണ്ടി ശ്യാമേലപ്പാട്ട് വെക്കാൻ പോകുമ്പോൾ ഇത് നമ്മുടെ സാധനമില്ലല്ലോ, ഈ റേഡിയോയിൽ പിന്നെയല്ലേ വരും.
അപ്പോൾ ഞാൻ അവിടെ പോകും. ഉം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ പിന്നെ അവിടുന്ന് അത് എഴുതിയെടുത്തിട്ട് അത് പഠിക്കും. ആ, പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേലിപ്പെണ്ണോട്, നീലക്കണ്ണുള്ള എൻ വേലിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ, പൂങ്കാറ്റേ പോയി ചൊല്ലാമോ. അപ്പം നമ്മൾ ഈ ഗാനമേള നടത്തുന്നുണ്ട് നമ്മൾ എല്ലാം കുറച്ച് കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കണം എല്ലാം. കാരണം ഒരാളില്ലെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. തീർച്ചയായിട്ടും. അങ്ങനെയാണ് നമ്മൾ ഗാനമേള ഇതെല്ലാം കൊണ്ട് ഒത്തുപോകുന്നത്. അതെ. അച്ഛന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ സ്കൂൾ പഠനകാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നു. എന്താ പറയണ്ടേ, നമ്മുടെ ദേശീയ പതാക കെട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടും ഭഗത് സിംഗിന്റെ അത് പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പാരമ്പര്യം ചെറുപ്പകാലം മുതലേ ഉണ്ട്. അതിനുശേഷം മുഴുനീള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ഈ പറയുന്ന പോലെ കുട്ടിയായിരിക്കുമ്പോൾ AKG അടക്കമൊക്കെ വീട്ടിൽ നിത്യസന്ദർശകരായൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിന്റെ ഒക്കെ വ്യാപ്തി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു ആ സമയത്ത്? അന്ന് അവരെല്ലാം നമ്മളെ വീട്ടിൽ വരുന്ന നമ്മളെ കുടുംബങ്ങൾ പോലെയാണ് വരിക. അപ്പോൾ നമ്മുടെ ഏട്ടൻ വന്നു, അല്ല ഇളയപ്പൻ വന്നു, അല്ല അമ്മാവൻ വന്നതുപോലെയാണ് ഇവരൊക്കെ നമ്മളെ വീട്ടിൽ വരിക. അവിടെ ഇല്ലത് ഭക്ഷണം എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക. ഇന്നത് വേണമെന്നൊന്നും അവർക്കൊന്നും യാതൊരു ഇതുമില്ല. കഞ്ഞി എപ്പോഴും കഞ്ഞിയാണ്. നമ്മൾ രാത്രി ചൂട് കഞ്ഞി, കറിയും, പിന്നെ ചക്കയുണ്ട്. അപ്പോൾ ചക്ക ഉണ്ടാവും, പിന്നെ മാങ്ങ ഉണ്ടാവും. ഇതെല്ലാം തിന്നിട്ട് ഇവരൊക്കെ വളരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അച്ഛൻ്റെ ഇത് നോക്കുമ്പോൾ എല്ലാവരും വളരെ സൗഹൃദ അന്തരീക്ഷത്തിലാണ്. ഇലക്ഷനിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 കാറുണ്ടാവും, കുടിപ്പിച്ച കാർ. പി കരുണാകരനും മറ്റ് എല്ലാവരും വരുന്ന കാറുണ്ടാവും. അപ്പോൾ അത് വീട്ടിലേക്ക് വരില്ല. കാരണം വേരുണ്ടാവും, അല്ലെങ്കിൽ ഈ പറമ്പ് മണ്ണൊലിച്ചു പോകാതൊക്കെയാണ് ഇങ്ങനെ തിട്ട കയറിയിട്ടുണ്ടാവും. അത് ഞാൻ കൈക്കോട്ടെടുത്തിട്ട് എല്ലാം തട്ടി നേരെയാക്കും. നേരെയാക്കി നേരെ കാറ് വീട്ടിൽ തിരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി അവിടെ വെക്കും. കാരണം ഇവരെ കാറെല്ലാം വരുമ്പോൾ നമ്മൾ നോക്കാമല്ലോ, നമുക്ക് ഒരു കൗതുകമാണ്. പൊടിയെല്ലാം വെച്ച് അപ്പോൾ കുറേ നേതാക്കന്മാർ വരും, കുറേ അവരെ കാര്യങ്ങളും അവരെ സംസാരങ്ങളും അവർ നമ്മളെ ലാളിക്കുന്നതും അതെല്ലാം വലിയൊരു അനുഭവമാണ്. അതെല്ലാം നമുക്കൊരു നമ്മളായിട്ട് വളരാൻ ഉപയോഗിച്ച ഒരു ഘടകമാണ് അതെല്ലാം. കാരണം അവരെ സ്നേഹവും മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാം, എങ്ങനെ നമുക്ക് പെരുമാറാം, നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ജീവിതം ഇതാക്കാം. അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഇതുവരെ നേരെ നിന്ന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം വസ്തുവുണ്ട്? അതെ, അച്ഛൻ്റെ പിന്നെ ഓരോരാൾ ഫോട്ടോ എടുത്തതും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏത് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ എടുത്തത് അതെല്ലാം ഇപ്പോൾ രാമന്തലിൽ നിന്നെല്ലാം വന്നിട്ട് നമ്മൾ ആൽബത്തിനെല്ലാം അവർ പറിച്ചു കൊണ്ടുപോയി, എല്ലാം പറിച്ചു കൊണ്ടുപോയി. നമ്മളെന്നിട്ട് അവരോട് ചോദിച്ചൊരു ഫോട്ടോ നമുക്ക് ഫോട്ടോ വെച്ച് നോക്കാൻ വേണ്ടി അവരാണ് നമുക്ക് തന്നത്. അങ്ങനെ റെയറായിട്ട് തിരുവനന്തപുരത്തിലെല്ലാം ഉണ്ടാകുമ്പോൾ അല്ല മീറ്റിങ്ങിലെല്ലാം ഉണ്ടാകുമ്പോൾ പണ്ട് പുന്നപ്ര സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാവുന്ന റെയർ ഫോട്ടോസ് എന്നെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കലാണ്. മറ്റേ നമ്മളന്ന് സൂക്ഷിച്ചു വെക്കുന്നത് ഇതില്ല. കാരണം നമുക്ക് ഇത്രത്തോളം വലുതാണെന്നുള്ള ധാരണ നമുക്ക് അന്നില്ല. എല്ലാവരോടും പെരുമാറ്റം എല്ലാവരും അങ്ങനെയുള്ള ഒരു സംഭവമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടൊന്നും ഇല്ല. അതെ. അപ്പോൾ ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഒരു മകനെ ഇത്ര അടുത്ത് നിന്ന് കാണുമ്പോൾ എനിക്കും എന്തൊക്കെയോ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ നടന്നു വന്ന ഒരു പ്രതീതിയുണ്ട് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അച്ഛൻ്റെ മകനായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും, അല്ലെ, അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്ന സ്വത്തിന് ഉപരി ഈ ഒരു പേരാണ്. അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അപ്പോൾ അശോകേട്ട ഒരുപാട് സന്തോഷം അശോകേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതിലും. എനിക്ക് പാട്ട് കേട്ടു, അതിനപ്പുറത്തേക്ക് ആ ഒരു പഴയ യാത്ര അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രേക്ഷകരും അത് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അശോകേട്ടനെ ഈ പറയുന്നത് പോലെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റിയതിന് ഒരുപാട് നന്ദി. ഫെസ്റ്റിവൽ ന്യൂസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നുകൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.